السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. صدق الله. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വഫാത്ത് റസൂലുള്ളാഹി, ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ചിട്ടാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ആദരവായ നബി തങ്ങൾ വഫാത്തായത് ഹിജ്റ 11 റബീഉൽ അവ്വൽ 13 തിങ്കളാഴ്ച സുബഹി സമയത്താണ് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തും വിട പറഞ്ഞു പോയത്. റസൂലുള്ളാഹി തങ്ങളുടെ വയസ്സ് ചന്ദ്രവർഷമനുസരിച്ച് 63 വയസ്സും 3 ദിവസവുമാണ്. സൂര്യവർഷമനുസരിച്ചിട്ട് അതിരവായ നബി തങ്ങളുടെ വയസ്സ് 61 വയസ്സും 84 ദിവസവുമാണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. അതിരവായ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തോടനുബന്ധിച്ച് നബി തങ്ങളുടെ 13 ദിവസക്കാലം രോഗിയായി കടന്നു എന്ന ചരിത്ര കിതാബുകൾ കാണാൻ സാധിക്കും. നബി തങ്ങൾക്ക് സർവശക്തനായ അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്ത തബ്ലീഗ് എന്ന ദൗത്യം നബി തങ്ങളെ പൂർത്തിയാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നബി തങ്ങൾക്ക് ഇഖ്തിയാർ കൊടുത്തു റഫീഖുൽ അലയിലേക്ക് ചേരാൻ. ആ സമയത്ത് നബി രോഗിയായിരിക്കുന്ന സമയം ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അതേ വർഷം സഫറിന്റെ അവസാന സമയത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ചായിരുന്നു നബിയുടെ രോഗത്തിന്റെ തുടക്കമെന്ന് കാണാൻ സാധിക്കും. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഈ ഒരു അവസരം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലെ മിമ്പറിൽ കയറിക്കൊണ്ട് സ്വഹാബത്തിനോട് അഭിസംബോധനം ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അബ്ദൽ ഖയ്യറഹു ബൈന അൻ യുതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാഅ ബൈന മാ ഇൻദഹു. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തോട് പറഞ്ഞു, ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാർ കൊടുത്തു, തിരഞ്ഞെടുക്കാൻ അവകാശം കൊടുത്തു. ദുനിയാവിനെയും ആഖിറത്തിനെയും, ദുനിയാവിന്റെ ആഡംബരങ്ങളെ, ദുനിയാവിന്റെ അനുഗ്രഹങ്ങളെ, ആഖിറത്തിനെയും തിരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തപ്പോൾ ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ള കാര്യത്തെ തെരഞ്ഞെടുത്തു. എന്ന് വെച്ചാൽ ആഖിറത്ത് തെരഞ്ഞെടുത്തു. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. ആഖിറമാണ് ഖൈർ, അതാണ് അബ്ഖാ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്.
ഈ ഒരു വിഷയം നബി തങ്ങൾ മദീന മിമ്പറിൽ വെച്ച് സ്വഹാബ കിറാമിനെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ ഫബക്കാ അബൂബക്കർ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖാലാ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞുവത്രേ ഫദൈനാക ബിആബായിനാ വ ഉമ്മഹാതിനാ നബിയേ ഞങ്ങൾക്കുള്ള പിതാക്കന്മാരും മാതാവും ഉമ്മമാരും നിങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ. സിദ്ദീഖുൽ അക്ബർ ഈ വിഷയം നബി തങ്ങളോട് പറഞ്ഞപ്പോൾ മറ്റുള്ള സ്വഹാബ പറയുകയാണ്, ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ആദരവായ നബി തങ്ങൾ അങ്ങനെ പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ ഫദൈനാക ബിആബായിനാ വ ഉമ്മഹാതിനാ എന്ന് പറയുന്നു. ഫഅജ്ബിനാ ലഹു ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഈ സമയത്ത് സിദ്ദീഖുൽ അക്ബർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിട്ട് സഹാബത്തിനോട് പറയാണ്, സ്വഹാബാ ഫകാന റസൂലുള്ളാഹി ഹുവൽ മുഖയ്യറ നബി തങ്ങളാണ് ആ ഖിയാർ കൊടുക്കപ്പെട്ട അടിമ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിട്ട് നബി തങ്ങളെ സംബന്ധിച്ച് നബി തങ്ങൾക്കുള്ള വഫാത്തിനെ കുറിച്ചിട്ടാണ് നബി തങ്ങൾ അത് പറഞ്ഞതെന്ന് സിദ്ദീഖുൽ അക്ബർ മറ്റുള്ള സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ആദരവായ നബി തങ്ങളുടെ വഫാത്തിന് മുമ്പായിട്ട് വഫാത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നബി തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ രോഗമുണ്ടല്ലോ, അതിശക്തമായ പനിയുണ്ടല്ലോ, ആ പനിയുടെ സമയത്ത് ആ രോഗത്തിൽ ഒരിക്കൽ നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അടുത്തേക്ക് വിളിക്കുകയാണ്, യാ ആയിഷത്തു മാ അസാലു അജിദു അലമ തആമില്ലദീ അകൽതു ബിഖൈബറ. ആദരവായ നബി തങ്ങളുടെ ആ മറന്ന മൗത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടിട്ട് ആദരവായ നബി തങ്ങൾ പറയുകയാണ്, മാ അസാലു അജിദു അലമ തആം. ആയിഷ, ഖൈബർ യുദ്ധവേളയിൽ ഞാൻ ഭക്ഷിച്ചു പോയ ആ വിഷമാംസത്തിന്റെ വേദന ഞാനിപ്പോൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സംഭവമാണ്. ആ സംഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. തങ്ങൾ ചതിച്ച് കൊല്ലാൻ വേണ്ടി ഖൈബറിൽ വിഷമൂട്ടിയ ഒരാട്ടിൻ കുറക് നബി തങ്ങൾക്ക് നൽകി, സ്വഹാബത്ത് നൽകി. ഒരുപാട് സ്വഹാബ കിറാം അതിൻ മൂലം മരണപ്പെട്ടു പോയി ചരിത്രത്തിൽ കാണാം. ആയിഷ ഖൈബറിൽ എനിക്ക് നൽകിയ വിഷമൂട്ടിയ ആ മാംസത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിഷ. അത് പറഞ്ഞുകൊണ്ടിട്ട് ആദരവായ നബി തങ്ങൾ പറയാണ്, വഹാദാ അവാനു വജത്തു ഗിതാഅ അബ്ഹരി മിൻ ദാലിക സുമ്മി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇത് അബ്ഹരി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു ഹൃദയത്തിൽ ഒരു ഞരമ്പാണ്. ആ കൽബ് ഹൃദയവുമായി ബന്ധിക്കുന്ന ഞരമ്പാണ്. ആ ഞരമ്പ് മുറിഞ്ഞു പോകുന്ന ഹൃദയത്തെ തൊട്ട് വിട്ടുപിരിയുന്ന സമയമാണ് ആയിഷ ഇത്. അങ്ങനെ ആ വിഷം കാരണത്താൽ ആ വിഷമാംസം ഞാൻ ഭക്ഷിച്ചല്ലോ, അത് കാരണത്താൽ എന്റെ ഹൃദയത്തിലുള്ള ആ അബ്ഹരി എന്ന് പറയുന്ന ഞരമ്പങ്ങോട്ട് വിട പറയുന്ന ഞരമ്പങ്ങോട്ട് മുറിഞ്ഞു പോകുന്ന സമയമാണ് ആയിഷ. അങ്ങനെ വിട പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞരമ്പങ്ങോട്ട് മുറിഞ്ഞു പോയാൽ മാത്ത സാഹിബുഹു, അതിന്റെ സാഹിബ് മരണപ്പെട്ടു പോകും ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി തങ്ങൾ പറയുകയാണ്. റവാഹുൽ ബുഖാരി, മഹാനായ ബുഖാരി തങ്ങളെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഒരുപാട് ഹദീസുകൾ നബി തങ്ങളുടെ വഫാത്തുമായി നമുക്ക് പറയാനുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു,
നബി തങ്ങള് വഫാത്തിന്റെ അവസാന വേളയിൽ നബി തങ്ങള് പറഞ്ഞ വാക്ക് അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ എന്നാണ് റസൂലുള്ളാഹി തങ്ങള് അവസാനം പറഞ്ഞ വാക്കെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹാ പറയുന്നു. ഈ റഫീഖുൽ അഅ്ലാ എന്ന് പറഞ്ഞാൽ അത് പറയപ്പെടുന്ന ഇസ്മുൽ അസ്മാഇല്ലാഹി, അല്ലാഹുവിന്റെ പേരുകൾ കൂട്ടത്തിലുള്ള ഒരു പേരാണെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അല്ലാഹുവിലേക്ക് ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിഷ എന്ന് മഹാനായ റസൂൽ കരീം തങ്ങള് മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ റിവായത്തിൽ കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ റിവായത്ത് ചെയ്യുന്നു, ലമ്മാ നസലത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സൂറത്തുൽ ഫത്ഹ് ഇറങ്ങിയപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ പൊന്നോമന മകളായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമയോട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, എന്റെ ശരീരം എന്നോട് മരണവാർത്ത അറിയിച്ചിട്ടുണ്ട് ഫാത്തിമ. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഫബഖത്ത്, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരഞ്ഞു. ആദരവായ നബി തങ്ങൾ ഫാത്തിമയെ അടുത്തേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് ഫാത്തിമയോട് പറഞ്ഞു, ലാ തബ്കീ, മോളെ നീ കരയണ്ട, ഫഇന്നകി, തീർച്ചയായും നീ അവ്വലു അഹ്ലി ലാഹികും ബി, എന്നിലേക്ക് എന്റെ വഫാത്തിന് ശേഷം എന്നിലേക്ക് ആദ്യം ചേരുന്നവൾ മോളെ നീയാണെന്ന് ഫാത്തിമയോട് പറഞ്ഞപ്പോ ഫലഹിഖത്ത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ചിരിച്ചു. ഫാത്തിമ ചിരിച്ചു. ഈ കാര്യം ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു. ഇതെല്ലാം അപ്പുറത്ത് നിന്നിട്ട് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ഫാത്തിമയെ അടുത്തേക്ക് വിളിച്ചിട്ട് ആയിഷ ബീവി ഫാത്തിമയോട് ചോദിക്കുകയാണ്, യാ ഫാത്തിമത്തു, ഏ ഫാത്തിമ, റഅയ്നാകി ബഖീതി, നിന്നെ ആദ്യം കരഞ്ഞതായി നാം കണ്ടോ, പിന്നെ നീ ചിരിക്കുന്നതായിട്ടും കണ്ടോ, എന്താണ് ഫാത്തിമ? ആദരവായ ത്വഹ തങ്ങള് നിന്നോട് എന്താണ് പറഞ്ഞത്? അപ്പോൾ കാലത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, ഇന്നഹു അഖ്ബറനി അന്നഹു ഖദ് നുഇയത് ഇലൈഹി നഫ്സുഹു, ആദരവായ നബിത്തങ്ങൾ എന്നോട് വാർത്ത അറിയിച്ചു, നബിത്തങ്ങളുടെ ശരീരം നബിത്തങ്ങളിലേക്ക് മരണവാർത്ത അറിയിച്ചിട്ടുണ്ട് എന്ന് നബിത്തങ്ങള് എന്നോട് വാർത്ത പറഞ്ഞു. അതുകൊണ്ടാണ് ഫബക്കൈതു, ഞാൻ കരഞ്ഞു പോയത്. ഫഖാലലി, പിന്നെ നബിത്തങ്ങൾ എന്നോട് പറഞ്ഞു, ലാ തബ്കി ഫഇന്നകി അവ്വലു അഖ്ലി ലാഹികും ബി, നബി തങ്ങള് ഞാൻ കരഞ്ഞപ്പോൾ നബി എന്നോട് പറഞ്ഞു, മോളെ നീ കരയണ്ട, എന്റെ വഫാത്തിന് ശേഷം എന്റെ കുടുംബത്തിൽ നിന്നിട്ട് എന്നിലേക്ക് ആദ്യം ചേരുന്നവൾ നീയാണെന്ന് പറഞ്ഞപ്പോൾ ഫളഹിഖ്തു, ഞാൻ ചിരിച്ചു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ പറഞ്ഞു കൊടുത്തു. അത്തരം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹദീസുകൾ നബി തങ്ങളുടെ വഫാത്തുമായിട്ട്, വഫാത്തിന്റെ സൂചനയായിട്ട് സ്വഹാബത്ത് തന്നെ വിവരിക്കുന്നുണ്ട്. അല്ലാഹു ഖൈർ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത്തരം കാര്യങ്ങളിലൂടെ ആദരവായ നബിത്വങ്ങൾ വഫാത്താകുമെന്ന സൂചനകൾ സ്വഹാബത്ത് ലഭിച്ചപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമമുണ്ടായി, വല്ലാത്ത പ്രയാസമുണ്ടായി. അങ്ങനെ ഈ സമയത്ത് ആദരവായ നബിത്വങ്ങള്
മദീന പള്ളിയിലേക്ക് നബി തങ്ങള് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫദ്ൽ ഇബ്നു അബ്ബാസ് തങ്ങളുടെയും തോളിൽ കൈ കൊട്ടുകൊണ്ട് നബി തങ്ങള് മെല്ലെ മെല്ലെ വേച്ചുകൊണ്ട് മദീന പള്ളിയിൽ വന്നിട്ട് മിമ്പറിന്റെ അടിയിലുള്ള തട്ടിൽ ആടിത്തട്ടിൽ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു കൊണ്ട് സ്വഹാബാ കിറാമിനോട് ഉപദേശിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ബലഗനി അന്നകും തഖാഫൂന മിൻ മൗത്തി നബിയിക്കും. റസൂലുള്ളാഹി തങ്ങൾ രോഗശയ്യയിൽ മദീന പള്ളിയിലേക്ക് വന്നുകൊണ്ട് സ്വഹാബാ കിറാമിനെ ഉപദേശിക്കുകയാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ബലഗനി, എനിക്ക് എത്തിയിട്ടുണ്ട്, അന്നകും തഖാഫൂന, നിങ്ങൾ ഭയപ്പെടുന്നവരാണെന്ന്, മിൻ മൗത്തി നബിയിക്കും, നിങ്ങളുടെ നബിയുടെ മരണം കാരണത്താൽ, വഫാത്ത് കാരണത്താൽ. നബി തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, ഹൽ ഖുല്ലിബ നബിയ്യൻ, ഏതെങ്കിലും നബിയെ ശാശ്വതമാക്കിയിട്ടുണ്ടോ ഈ ഭൂമി ലോകത്ത്? കബിലി, എന്റെ മുമ്പ് വന്നുപോയ ഏതെങ്കിലും ഒരു പ്രവാചകന്, ഏതെങ്കിലും ഒരു നബി ഈ ഭൂമി ലോകത്ത് ഹുദൂദായിട്ടുണ്ടോ, ശാശ്വതമായിട്ടുണ്ടോ? അങ്ങനെ ശാശ്വതമായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ശാശ്വതമാകുമെന്ന് സ്വഹാബാ കിറാമിനോട് നബി തങ്ങൾ പറയുകയാണ്. സൂറത്ത് റംദിൽ ഞാൻ ആദ്യമായി ഓതിവച്ചല്ലോ, ഇന്നക മയ്യിത്തും വഇന്നഹും മയ്യിത്തൂൻ, നബിയെ നിങ്ങൾ മരിക്കും, വഇന്നഹും മയ്യിത്തൂൻ, അവരും മരിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് സുമറിലൂടെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും ലോകത്തുനിന്ന് ഇവിടെ പറയും റസൂലുള്ളാഹി നബി തങ്ങൾ സ്വഹാബത്തിനോട് അറിയിച്ചു കൊടുത്തു എന്ന്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടി പോവുകയാണ്. ആദരവായ നബി തങ്ങൾ ഭൂമി ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടി പോവുകയാണ്. 13 ദിവസക്കാലം ആദരവായ നബി തങ്ങള് സഫറിൽ തുടങ്ങിയ, സഫർ മാസം അവസാനം തുടങ്ങിയ ആ രോഗം 13 ദിവസം വരെ നബി തങ്ങളുടെ ആ രോഗത്തിലായിരുന്നു. ആദരവായ റസൂലുള്ളാഹി തങ്ങള് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ ദിവസം റബീഉൽ അവ്വൽ 13 തിങ്കളാഴ്ച സുബഹി സമയത്ത് സഹാബത്തൊക്കെ നിസ്കാരത്തിലാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവർക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. ആ സമയത്ത് ഐഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്നിട്ട് ആ റൂമിലുള്ള വിരി റസൂലുള്ളാഹി തങ്ങൾ നീക്കി തന്റെ സ്വഹാബത്തിനെ അവസാനം ഒരു നോക്ക് നബി തങ്ങൾ കണ്ടു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഖദ് കശഫ സജ്ഫ ഹുജറത്തി ഐഷ റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ ആ വിരി ആദരവായ നബി തങ്ങൾ നീക്കിയിട്ട് ഫനദറ ഇലൈഹിം, നബി തങ്ങൾ സ്വഹാബത്തിലേക്ക് നോക്കി. വഹും ആ സഹാബത്ത് ഫീ സുഫൂഫി സ്വലാത്തി, സഹാബത്ത് ഇവിടെയാണ്, സുബഹി നിസ്കാരത്തിന്റെ സഫിലാണ്. അത് കണ്ടുകൊണ്ട് നബി തങ്ങൾ പുഞ്ചിരി തൂക്കി ചിരിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു നബി തങ്ങളെ ജമാഅത്തിൽ വരാൻ വേണ്ടിയിരിക്കുകയാണെന്ന്. അപ്പോൾ ഒരൽപ്പം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരൽപ്പം സഫിലേക്ക് നീങ്ങിയപ്പോൾ ആദരവായ നബി തങ്ങളെ കൈകൊണ്ട് ഇശാറത്താക്കി നിസ്കാരം പൂർത്തിയാക്കാൻ അവസാനം ഒരു നോക്ക് കണ്ടിട്ട് ആദരവായ നബി തങ്ങള് ആ വിരി അങ്ങോട്ട് മാറ്റി. മഹാനായ റസൂൽ കരീം തങ്ങള് ലോകത്തോട് വിട പറഞ്ഞു പോയി.
ആ സമയത്താണ് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാണ്, ബോധരഹിതയായിരിക്കുകയാണ്. ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ നിഅമത്തുകൾ ഏറ്റവും വലിയ നിഅമത്ത് അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുവഫിയ ഫീ ബൈതി വഫീ യൗമി വഫദ ബൈന സഹരി വനഹരി. ആയിഷ റളിയല്ലാഹു അൻഹ അഭിമാനത്തോടെ സഹാബത്തിനോട് ഇടക്കിടക്ക് പറയുമായിരുന്നു അത്രേ, എനിക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ആദരവായ നബി തങ്ങള് എന്റെ വീട്ടിൽ വെച്ചാണ് വഫാത്തായത്. വഫീ യൗമി, എന്റെ ദിവസത്തിലാണ് വഫാത്തായത്. വബൈന സഹരി വനഹരി, എന്റെ നെഞ്ചിടത്തിന്റെ ഇടയിൽ വെച്ചിട്ടാണ്, നെഞ്ചിലേക്ക് ചാരി ഇരുന്നു കൊണ്ടാണ് ആദരവായ നബി തങ്ങള് ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയതെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അതിനു പുറമേ വന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതിഹി, ആദരവായ നബി തങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ എന്റെ ഉമിനീരും നബി തങ്ങൾ ഉമിനീറിന്റെ ഇടയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് മഹദിയായിരിക്കും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ആ വഫാത്താകുന്ന വേളയിൽ തന്റെ ആങ്ങളയായ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യില് സിവാക്കുണ്ടായിരുന്നു, മിസ്വാക്കുണ്ടായിരുന്നു. ആദരവായ നബി തങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരിക്കുകയാണ്. നബി തങ്ങളതാ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള ആ സിവാക്കിലേക്ക് നബി ഇങ്ങനെ നോക്കുന്നു. ഞാൻ മനസ്സിലാക്കി നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്. നബി തങ്ങളോട് ഞാൻ സമ്മതം ചോദിച്ചു. ആഖുദുഹു ലക, നിങ്ങൾക്ക് ഞാനത് വാങ്ങിത്തരട്ടെയോ റസൂലേ? അപ്പോൾ നബി തങ്ങൾ ഫഅശാറ ബിറസിഹി, നബി തങ്ങൾ തല കൊണ്ട് ഇശാറത്താക്കി അന്നഅം അതേ. ഫതനാവൽതുഹു ഫഷ്തദ്ദ അലൈഹി, പക്ഷേ നബി തങ്ങൾക്ക് ഞാൻ നൽകിയപ്പോ നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, ഉലയ്യിനുഹു ലക, ഞാൻ നിങ്ങൾക്കത് ഒന്ന് ലയ്യിനാക്കി തരട്ടെയോ, മൃദുവാക്കി തരട്ടെയോ? നബി തങ്ങൾ അതേ എന്ന് പറഞ്ഞു. ഞാൻ മൃദുവാക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ എന്റെ ഉമനീരുമായി അത് തട്ടിച്ചിട്ട് ആദരവായ നബി തങ്ങൾക്ക് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു എന്ന് മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇടക്കിടക്ക് സഹാബത്തിനോട് പറയുമായിരുന്നു അത്രേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഈ ഭൂമി ലോകത്തു നിന്ന് വിട പറഞ്ഞു. ആ സമയത്ത് സഹാബത്ത് നിസ്കാരത്തിലായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് ശേഷം തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് നേരിയ ഒരു ആശ്വാസം വന്നതായ സമയത്തായിരുന്നു അത്. ഈ സമയത്താണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്നുള്ള വാർത്ത സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ പരക്കുകയാണ്. ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ബനൂൽ ഹാരിസ് ഇബ്നു ഖസ്റജിന്റെ അവിടേക്ക് വീട്ടിലേക്ക് പോയതായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ വിവരം സഹാബത്തിനെ പറഞ്ഞപ്പോൾ ഫസല്ല ഉമർ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ തന്റെ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് സഹാബത്തിനെ ഗൗരവപ്പെടുത്തി, സഹാബത്തിനെ പീഡിപ്പിച്ചു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
മാത്ത റസൂലുള്ളാഹി ആരെങ്കിലും നബി തങ്ങള് വഫാത്തായി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ കൈകളും കാലുകളും ഞാൻ ഈ വാളിന് ഇരയാക്കുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് തങ്ങള് സഹാബത്തിനെ പീഡിപ്പിച്ചു. സഹാബത്തിനോട് അവരെങ്ങനെ പീഡിപ്പിക്കുന്ന സമയത്താണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അവിടെ കടന്നു വരുന്നത്. ആദരവായ നബി തങ്ങള് വഫാത്തായി എന്നുള്ള വാർത്ത തങ്ങളോട് പറഞ്ഞപ്പോ ദഖല ബൈത ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് കയറിയിട്ട് വഖശഫ അൻ വജ്ഹി റസൂലില്ലാഹ് ആദരവായ നബി തങ്ങളുടെ മുഖത്തുള്ള ആ വിരിയങ്ങോട്ട് മാറ്റിയിട്ട് ഫജസാ നബി തങ്ങൾ മുട്ടുകുത്തിയിരുന്നു യുകബ്ബിലുഹു വയബ്കി നബി തങ്ങളെ തുരുതുരാ ചുംബിച്ചു വയബ്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദിനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തുരുതുരാ ചുംബിച്ച് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സഹാബത്തിന് ഉപദേശം കൊടുക്കുകയാണ്. സഹാബത്തിനോട് പറയുകയാണ്, അലാ മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. സ്വഹാബത്തെ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, മുഹമ്മദ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. മറിച്ച് മൻ കാന യഅബുദുല്ലാഹ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു ഹയ്യാണ്, അല്ലാഹു ലാ യമൂത്ത്, അല്ലാഹു മരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് സുമറിലെ 30-ാമത്തെ ആയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചു. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നബിയെ നിങ്ങൾ മരണപ്പെടുക തന്നെ ചെയ്യും, വ ഇന്നഹും മയ്യിതൂൻ, അവർ മരിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആയത്തുകള് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓതിയപ്പോഴാണ് അഫാഖ ഉമറു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് സ്വയബോധം തിരിച്ചു കിട്ടിയതെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു ഖൈർ മനസ്സിലാക്കി നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായ സമയത്ത് സ്വഹാബത്ത് എതിരഭിപ്രായം പ്രകടിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങളെ എവിടെ മറവ് ചെയ്യണം? ചിലർ പറഞ്ഞു മക്കത്ത് മറവ് ചെയ്യപ്പെടണമെന്ന്, മറ്റു ചിലർ പറഞ്ഞു മദീനയിൽ ജനത്തുൽ ബഖീഇൽ, ചിലർ പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിൽ എന്നൊക്കെ അഭിപ്രായ ഭിന്നതയുണ്ടായ സമയത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമയത്തു മിൻ റസൂലില്ലാഹി, ആദരവായ നബി തങ്ങളിൽ നിന്ന് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മാ ഖബലല്ലാഹു നബിയൻ, ഒരു നബിയെയും അല്ലാഹു റൂഹ് പിടിച്ചിട്ടില്ല, ഇല്ലാ ഫിൽ മൗലിഇൽ ലദീ, ഒരു സ്ഥലത്ത് വെച്ചിട്ടല്ലാതെ ആ സ്ഥലത്ത് തന്നെ മറവ് ചെയ്യപ്പെടൽ ആ നബി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദരവായ നബി തങ്ങളെ നിങ്ങൾ മറവ് ചെയ്യുവിൻ, നബി തങ്ങൾക്കുള്ള ഫിറാശ്, ആ വിരിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നബി എവിടെ വെച്ചിട്ടാണ് വഫാത്തായത് അവിടെ തന്നെ നിങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി ചെയ്യുക എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഫത്വ കൊടുക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ വഫാത്തായി, തിങ്കളാഴ്ച സുബഹി സമയത്ത് വഫാത്തായി. ബാക്കിയുള്ള പകലും ചൊവ്വാഴ്ച രാപ്പകലും കഴിഞ്ഞു. ബുധനാഴ്ച രാത്രിയിലാണ് ആദരവായ നബി തങ്ങളെ മറവ് ചെയ്യപ്പെടുന്നത്. നബി തങ്ങളെ കുളിപ്പിച്ചു, മയ്യത്ത് കുളിപ്പിച്ചത് അലിയും അബീ താലിബ് തങ്ങളും അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ മക്കളായ ഫദ്ൽ ബിൻ അബ്ബാസ്, ഖുസം ബിൻ അബ്ബാസ്, ഉസാമത്ത് ബിൻ സയ്യിദ് ശുക്രാൻ എന്ന് പറയുന്ന രണ്ട് നബിയുടെ മൗലകളും അടിമകളുമായിരുന്നു.
അവരവായ റസൂലുള്ളാഹി തങ്ങള് പരിശുദ്ധമായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഹുജറത്തിൽ മറവ് ചെയ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു തആല നബി തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ റൗള ജീവിതത്തിൽ പല തവണ സിയാറത്ത് ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാളെ ആദരവായ നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന പരിപൂർണ മുത്തഖീങ്ങളിൽ നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി തങ്ങളെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹു സ്വാലിഹായ അമലാക്കുമാറാവട്ടെ. നാളെ നബി തങ്ങളെ പുണ്യകരങ്ങൾ കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുമ്പോൾ അതിൽ പങ്കാളികളാവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.